ചുക്കിലെ ഓണാഘോഷ പരിപാടി അവിടെ ഗംഭീരമായിട്ട് നടക്കണം. അതിന് നിനക്കെന്താണ്? അവിടെ ഓണക്കളി കഴിഞ്ഞ് വടംവലി കഴിഞ്ഞ് ഇപ്പൊ തിരുവാതിര കളിക്കാനായിട്ടേ ദേവി സിന്ധു ഒക്കെ സെറ്റ് സാരി കൊടുത്ത് പോണാണ്ടേ കൊതിയാവേണം. നീ ഓടിച്ചല്ലടാ പോണോ അവിടുന്ന്. ഇത്തവണെങ്കിലും ഒപ്പക്കടി മത്സരത്തിലേ പങ്കെടുക്കണമെന്ന് കരുതിയ ആളാണ്. നീ പോയോ? ഈ ചുക്ക് നമ്മൾ ഇഞ്ചി മേടിച്ചിട്ട് ഉണക്കണം, അപ്പൊ ചുക്കാവും. സ്ഥലത്തിന്റെ പേര് ചുക്ക് നമ്മുടെ ഓണാഘോഷല്ലേ? മാവേലി. മാവേലിയാ? എന്നിട്ട് ലാടനെ പോലെയല്ല ഇരിക്കുന്നത്. അപ്പൊ എന്താ കാര്യം? എല്ലാണ്ട് കിരീടം. ഇപ്പൊ പ്രശ്നം എന്താ? വഴി അറിഞ്ഞൂടാ. ചുക്കിലേക്ക് പോകണ വഴിയല്ലേ അത്? നമ്മൾ ഇവിടെ നിന്നല്ല, നേരെ അങ്ങോട്ട് പോയിട്ട് ഇടക്കിടക്കവൻ സ്റ്റെക്കായി പോകുന്നു. പോയില്ലേ? വഴി പറഞ്ഞതാ. അയ്യോ, ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോ ഒരു പെണ്ണ് പോണു. അതുകൊണ്ട് എന്റെ മൈൻഡ് പോയി. അവിടെ നേരെ ചെല്ലുമ്പോ ഒരു വളവുണ്ട്, അവിടെ നേരെ ചെല്ലുമ്പോ ഒരു വലിയൊരു വീണ്ടും പോവാത്തെന്താ? വഴി പറഞ്ഞതാ. കുളത്തിന്റെ കരച്ചപ്പോ അങ്ങനെ നിന്ന് പോയാന്നേ. അവിടെ ഒരു കുളമുണ്ട്, അവിടെ നമ്മൾ വളവ് തിരിയുമ്പോ വലിയൊരു ആല്, ആലിന്റെ തൊട്ട് താഴ്ത്തായിട്ട് ഒരു കുഞ്ഞി. ചേട്ടാ പോയില്ലേ? പോവാത്തെന്താ? വഴി പറഞ്ഞു തന്നില്ല. ഞാൻ പറഞ്ഞു കൊടുക്കാടാ. ഇവിടെ നിന്ന് നേരെ അങ്ങ് ചെല്ലുക, അവിടെ ലെഫ്റ്റ് കട്ട് ചെയ്യുക, അവിടെ റൈറ്റ് കട്ട് ചെയ്യുക, അവിടെ നേരെ താഴ്ത്തേക്ക് ഇറങ്ങുക. അവിടെ ചെറിയൊരു കാട് കാണാം. ആ കാടിന്റെ ഇടയിൽ കൂടി കുഞ്ഞു വഴി കൂടി നേരെ ഇറങ്ങി ചെല്ലണാണ് ഈ പറഞ്ഞ ചുക്ക്. മനസ്സിലായില്ലേ? അത്രേ ഉള്ളോ? എളുപ്പമുള്ളോ? ചെല്ല് ചെല്ല്. സ്ഥലം കേട്ടോ? എടാ വഴി പൊട്ടക്കിണറ്റിലേക്കുള്ള അന്ന് മാവേലി പാതാളത്തിലല്ലേ കിടക്കണത്. അപ്പൊ ഈ മാവേലി പൊട്ടക്കിണറ്റിൽ കിടന്നാ മതി. ഇപ്പൊ തന്നെ കരച്ചില് കേൾക്കാം. പാവോടാ. എന്തുവാ എന്താണോ മമ്മൂട്ടി എങ്ങനെ വരുന്നത്? മമ്മൂട്ടി ഓടി കയറിയാ വരുന്നത്. അത് ശരി. മമ്മൂട്ടിയെ പോലെ നടനൊക്കെ ഓടി വന്ന് സ്റ്റേജിൽ കയറുന്നത് മോശല്ലേ? ഓ എടോ, അതല്ല, മമ്മൂട്ടി വരുന്ന കാറിന്റെ പേരാ ഓടിയെന്ന്. അതിൽ കയറിയാ വരുന്നത്. അപ്പൊ വേറെ കാറിന് ഓടൂല, ഈ കാറിന് മാത്രം ഓടിയത് പേരുടെ? പോയെ. അത് പിന്നെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, മമ്മൂട്ടി വരുമ്പോ കണ്ട അലവലാദികളൊന്നും സ്റ്റേജിൽ നിൽക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യ സ്റ്റേജിൽ നിന്ന് നമ്മുടെ പ്രസിഡന്റിനെ ഓടിക്കണം. അതെന്താ? എടോ, നമ്മുടെ ചുക്കിലെ ഏറ്റവും വലിയ അലവലാതി നമ്മുടെ പ്രസിഡന്റ് അല്ലേ? പിന്നല്ലാതെ. അടക്കല്ലേ ഒന്ന് കാണട്ടെ. എന്തായാലും എനിക്കറിയില്ല. പ്രസിഡന്റ് എന്നാ വായിച്ചു നോക്ക്. പ്രസിഡന്റ് വന്നാണോ? പ്രിയപ്പെട്ട ചുക്ക് നിവാസികളെ, നമ്മളെല്ലാരും അറിയാനാ. എനിക്ക് എന്റെ വാക്ക് പാലിക്കാൻ പറ്റിയില്ല. അയ്യോ, കഷ്ടായി പോയി. മമ്മൂട്ടി വരില്ല. മമ്മൂട്ടി വരില്ലെന്നോ? മമ്മൂട്ടി ഇല്ലാതെ ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾ എന്നെ മമ്മട്ടിക്കടിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനും വരില്ല. വേണ്ട, മമ്മൂട്ടി ഇല്ലാത്ത ചുക്കിലേക്ക് വന്ന് നിങ്ങളുടെ മുന്നിൽ അപഹാസ്യനാവാൻ ഞാൻ തയ്യാറല്ല. പകരം ഞാൻ മറ്റൊരു സിനിമാ താരത്തെ അയക്കുന്നുണ്ട്. എവിടെ? മമ്മൂട്ടിക്ക് പകരമുള്ള സിനിമാ താരം എത്തി. മേളം തുടങ്ങിക്കോ. ഫോട്ടോ എടുത്തോളൂ. സന്തോഷമായി. നല്ല കളർഫുൾ ആണല്ലോ. വേണം നിർത്താതെ. മതി. അതെ, താനാരാ? ഞാൻ ഹേമന്ത് കുമാർ. താനാരാ? ഞാനാരാണെന്നോ? ഇവിടെ എല്ലാവർക്കും അറിയാം. പ്രസിഡന്റിന്റെ വലം കൈയല്ലേ ഞാൻ. അതല്ലടോ പറഞ്ഞത്. എന്റെ പേരാണ് ഹേമന്ത് കുമാർ. താനാരാ? അല്ല, താൻ ഏത് സിനിമയിൽ അഭിനയിച്ചതാ പറയുന്നേ? ഒരു മിനിറ്റ്, താനീ വന്നേ. താൻ മഴവിൽക്കാവടി എന്ന സിനിമ കണ്ടോ? കണ്ടു. അതിൽ പഴനിയിൽ വെച്ച് ജയറാം 10 പേരുടെ തലമുട്ട ഇടിക്കുന്നുണ്ട്. അതിലൊരു മുട്ടയാണ് ഞാൻ, ഈ ഹേമന്ത് കുമാർ. താനാരാ? മമ്മൂട്ടി പോയെങ്കിൽ പോട്ടെ, പക്ഷെ പ്രസിഡന്റ് നമ്മളോട് കാണിച്ചത് വല്ലാത്ത ചതിയായി പോയി. അതെ, മമ്മൂട്ടി വരുന്നു പറഞ്ഞ എത്ര നാളായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നതാ. അല്ല, തനിക്കെങ്ങനെ താനാരെന്നുള്ള പേര് കിട്ടിയത്? അതെ, ഈ ചെല്ലുന്നോടത്തൊക്കെ എല്ലാവരും ചോദിക്കും താനാരാ താനാരാ. ഈ അവസ്ഥയിൽ എന്റെ ഇനിഷ്യൽ അങ്ങ് മാറ്റി. താനാരാ ഹേമന്ത് കുമാർ. താനാരാ? ഞാൻ ഈ നാട്ടുകാരനെ.
പ്രസിഡന്റ് എന്ത് പണിയാ കാണിച്ചത്? ഞാൻ എന്നാ കാണിച്ചെന്നായി പറയുന്നത്? മമ്മൂട്ടി ഒന്നിലേക്ക് പോട്ടെ, ഈ താനാര സാധനത്തിലേക്ക് എന്തിനാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അയ്യോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലേ. മമ്മൂട്ടിക്ക് ഒരു ഉദ്ഘാടനം ചെയ്യാൻ പ്രസിഡന്റ് വേറെ ആളെ പറഞ്ഞു വിട്ടോ? അയ്യോ ഞാൻ ആരെയും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടില്ല. അപ്പൊ കത്ത് കൊടുത്തു വിട്ടതോ? കപ്പയോ? ഏത് കപ്പ? കപ്പയല്ല, കത്ത് കൊടുത്തു വിട്ട് എന്താന്ന്? ഞാൻ ആർക്കും കത്ത് കൊടുത്തു വിട്ടിട്ടില്ല. അത് മാത്രമല്ല, മമ്മൂട്ടി ഉദ്ഘാടനത്തിന് വരാൻ കാറാ കയറിയതാ. അപ്പൊ ഇവിടുന്ന് ആരോ മമ്മൂട്ടിയെ ഫോൺ ചെയ്ത് പറഞ്ഞിരിക്കുന്നു ഉദ്ഘാടനം ദുൽഖർ സൽമാൻ വന്ന് ചെയ്തിട്ട് പോയെന്ന്. ഈ മമ്മൂട്ടിക്ക് വരെ സിനിമയുടെ താനാരയെ പറഞ്ഞു വിട്ടതാരാ? താനാരാ? ആ അത് ശരി. അപ്പൊ ഞാൻ ആരാണെന്ന് ഇത്ര നാളും കൂടെ നടന്നിട്ട് മനസ്സിലായിട്ടില്ലേ? എടോ താൻ ആരാന്ന് എനിക്കറിയാം, ഞാൻ ആരാന്ന് തനിക്കും അറിയാം. പക്ഷെ താൻ ഇപ്പൊ പറഞ്ഞ ഈ താനാരാ ആരാരാ? പ്രസിഡന്റ് വെറുതെ കൺഫ്യൂഷൻ ആക്കല്ലേട്ടാ. എടോ ഇപ്പൊ ഇവിടെ ഉദ്ഘാടനത്തിന് വന്ന ആ സിനിമ നടൻ ഏതാണായി ചോദിച്ചത്? ഓ സിനിമ താരം താനാരാ. എടോ താനാരാ ഇങ്ങ വാ. തന്നാര തന്നെ ഇങ്ങ വാ. അതാണോ താനാരാ? കണ്ടിട്ട് തെയ്യാരെ പോലെ ഉണ്ടല്ലോ. താൻ ഏത് സിനിമയിലാണോ അഭിനയിച്ചത്? വിളിച്ചു വരുത്തിയിട്ട് ആളെ കളിയാക്കത് ഞാൻ ചുമ്മാ അത് കണ്ടപ്പോഴേ മനസ്സിലായി വലിഞ്ഞു കയറി വന്നാന്ന്. എടോ ഇവിടുത്തെ പ്രസിഡന്റ് ക്ഷണിച്ചു വരുത്തിയിട്ട് എടോ വന്നു. ഞാനാണോ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്? ഞാൻ എപ്പോഴാണോ തന്നെ ഇൻവിറ്റ് ചെയ്തത്? മനസ്സിലായില്ല. എടോ തന്നെ ഞാൻ എപ്പോഴാ ക്ഷണിച്ചതെന്ന്? ഈ പ്രസിഡന്റ് അല്ല, മറ്റേ പൊക്കമുള്ള ബുക്കുള്ള പ്രസിഡന്റോ? അതാരാണോ? ആർക്കാടാ ബുക്കില്ലാത്ത? എല്ലാവർക്കും ബുക്കുണ്ട്. എന്റെ ബുക്കളെ തന്നെ ഒരു 12 ഇഞ്ചക്ഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. വേണേ ഞാൻ കാണിച്ചു. ഷട്ടിൽ പൂക്കളുള്ള പ്രസിഡന്റ് പൊക്കമുള്ള. ഷർട്ടിൽ പൂക്കളുള്ള പ്രസിഡന്റോ? ഷർട്ടിൽ വരെയുള്ള പ്രസിഡന്റ് ആണെങ്കിൽ അത് ഞാനാ. അത് ഇക്കറല്ലേ വരാ. ഇയാളിതെന്ത്? എന്താ പറഞ്ഞേ? ഷർട്ടിൽ പൂക്കൾ. ഇപ്പോഴാണ് കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായത്. എടാ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആരാന്നറിയാം? പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരിൽ ഇവിടെ കത്ത് വന്നതും മമ്മൂട്ടിക്ക് ഫോൺ ചെയ്തതും ഈ താനാറി എന്ന് പറയുന്ന നടനെ ഇവിടെ വരുത്തിയതിന്റെയും പിന്നിൽ അവനാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ആള് പറഞ്ഞില്ലേ ആ പൂക്കൾ സച്ചിട്ട പ്രസിഡന്റ്? ചോദിച്ചത് ഷാജി. ഏത് ഷാജി? പാഷാണൻ ഷാജി. ഈ ഓണം ഒന്ന് കഴിഞ്ഞോട്ടെ, അവനുള്ളത് ഞാൻ അവിടെ ചെന്ന് മേടിച്ചോളാം. അവനുള്ളത് ഞാൻ അവിടെ ചെന്ന് കൊടുത്തോളാം കേട്ടോ. അയ്യോ ഷാജി, നമ്മളില്ലാത്ത ഇത്തവണത്തെ ഓണാഘോഷം അവർ തകർക്കുകയാണല്ലോ ഷാജി. എനിക്ക് കിട്ടണില്ല. അയ്യോ ഷാജി, നമ്മളില്ലാത്ത ഇത്തവണത്തെ ഓണാഘോഷം ഞാൻ പറയാം. അയ്യോ ഷാജി, നമ്മളില്ലാത്ത ഓണാഘോഷം അവർ തകർക്കുകയാണ്. എടാ നമ്മളില്ലാതെ ഇവിടെ എന്തോ ഓണാഘോഷിക്കുന്ന? ഇവിടെ ഇന്ന് മൊത്തം പൊട്ടിച്ചെതറും. നീ എന്തൊക്കെയാ പറയണത്? എങ്ങനെ പൊട്ടിച്ചെതറും? എടാ ഞാൻ മൊത്തം ബോംബ് വെച്ചേക്കല്ലേ. ബോംബോ? എവിടെ? എടാ സ്റ്റേജിന്റെ 4 മൂലക്ക് ഞാൻ ബോംബ് വെച്ചിട്ടുണ്ട്. ആണോ? പിന്നെ ആ ചെണ്ടക്കാരില്ലേ, അതിലൊരു 3 ചെണ്ടയുടെ അകത്ത് ഞാൻ വേറെ ബോംബ് വെച്ചിട്ടുണ്ട്. ചെണ്ടകത്തിന് ബോംബ് വെക്കുന്നത് ചെണ്ട കൊട്ടാനുള്ളതല്ലേ, പൊട്ടിക്കാനുള്ളതല്ലോ. പൊട്ടിച്ചെതറട്ടെ. ആ മൈക്ക് സെറ്റിന്റെ ഉള്ളിൽ ഒരു പ്രത്യേക തരം ബോംബ് ഞാൻ ഒളിച്ചു വെച്ചിട്ടുണ്ട്. അതെന്തിനാ അവിടെ വെച്ചത്? അതാ കോളാമ്പി മോഹന്റെ തല പൊട്ടിച്ചെതറി അതിൽ നിന്ന് തലച്ചോറ് ചിന്ന ഭിന്നമാകണമെന്ന് എനിക്ക് കാണണം. പൊട്ടൻ. ഈ ഗ്രൗണ്ട് മുഴുവൻ ബോംബ് വെച്ചേക്കണേ. ജീവൻ വേണം, ഓടിക്കോ ഓടിക്കോ. ബോംബ് കേട്ടപ്പോഴില്ല ജനം പരക്കമാറ്റ ഓടിയത്. നീ വേറെ സംഭവം ശ്രദ്ധിച്ചാ? ആ ഓട്ടത്തിനിടയിൽ നമ്മുടെ ചാന്ദിയുടെ കൗപീനത്തിൽ പുള്ളി തന്നെ ചവിട്ടിട്ട് കമന്ന് കൂടെ കണ്ടായിരുന്ന? ഞാൻ കണ്ടില്ലടാ. എത്ര പേരെ പുള്ളിയുടെ മുഖത്തോട് ചവിട്ടി ഇറങ്ങി പോയെന്നറിയാമോ? ഇത്തവണത്തെ ഓണം കൊളായിട്ടുണ്ട്. കൊളമല്ല, കൊക്കൊളം. ലോക സമാധാനത്തിനായി ചുക്ക് ഗ്രാമപഞ്ചായത്ത് ഒരുക്കുന്ന കൂട്ടയോട്ടം. ഇന്നിന് കൂട്ടയോട്ടം ഒന്നും നടക്കൂല. ആര് പറഞ്ഞു? ഇന്ന് ഇവിടെ കൂട്ടയോട്ടം നടക്കും. അത് നമ്മൾ തന്നെ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. ഇത്രയും പോക്കൃത്തരം കാണിച്ചിട്ട് കൂട്ടയോട്ടം ഉദ്ഘാടനം ചെയ്യാനായിട്ട് നീ അങ്ങോട്ട് ചെല്ലും, കൊല്ലും തന്നെ അവര്. അങ്ങോട്ട് നോക്കിയേ. എന്റെ ദൈവമേ, അവിടുത്തെ ഒരു പടയാളിക്ക് പറ്റണ്ടല്ലോ. ഇതൊന്നും നോക്കല്ല. റെഡി 1 2 3 ഉദ്ഘാടനം ചെയ്തോ. Shot, shot, shot.